ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ചെറുപയർ പായസമാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചെറുപയർ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ചെറുപയർ അളന്നെടുത്തിട്ടുള്ളത് ആ ഗ്ലാസ്സിൽ തന്നെ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. വെള്ളത്തിലിട്ട് കുതിർത്തോണ്ട് തന്നെ ഒരു 3 വിസിലാകുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. അപ്പോഴാണ് നമ്മളെ പായസം നല്ല കട്ടി ഉണ്ടാവുള്ളൂ. ഇനി പായസത്തിലേക്കുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള 4 ശർക്കര എടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചെയ്യാം. ശർക്കര ഒരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര എടുക്കാം. പഞ്ചസാര ആകുമ്പോൾ നേരിട്ട് പായസത്തിലേക്ക് ചേർത്താൽ മതി. ശർക്കര മുഴുവനും അലിഞ്ഞു വന്നതിന് ശേഷം അരിപ്പയിലൂടെ ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം തീ നന്നായി കുറച്ചിട്ട് കുറച്ച് സമയം മൂടി വെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങാപ്പാലൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതി ആട്ടോ ഞാൻ ചിരവി എടുത്തിട്ടുള്ളത്. വലിയൊരു തേങ്ങയുടെ പകുതിയാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 ഗ്ലാസ് വെള്ളവും 3 ഏലക്കായും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തതിന് ശേഷം അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ റെഡിയായി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കിത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ കൂട്ടി വെച്ചതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പശുവിൻ പാൽ ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ 3 കപ്പ് പശുവിൻ പാൽ ചേർത്താൽ മതി. ഇനി ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ തിളച്ചതിന് ശേഷം ഇളക്കി കൊടുത്ത് നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തിളപ്പിച്ചെടുത്താൽ നമ്മൾ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങാപ്പാൽ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഏലക്കായ ചേർത്തില്ലേ, നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ആണെങ്കിൽ നേരിട്ട് തന്നെ പായസത്തിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ പായസം ഇവിടെ റെഡിയായി. ഇനി ഒരു പാത്രത്തിൽ 3 സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടെടുത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടെടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.